മുതലാളി, 1-2 കിലോ ആണ് വേണ്ടിയില്ല. ഒരു ലാട്ട് മുഴുവൻ ചീത്തയാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ ലോപ്പസേ, എന്തോ ഇത് മത്തിക്കച്ചവടമല്ല, ചെമ്മീൻ വിദേശത്ത് കയറ്റി അയക്കാനുള്ളതാണ്. എന്തെങ്കിലും ചെറിയ ഒരു തകരാറ് കണ്ടാൽ ജപ്പാൻകാർ മുഴുവൻ ചരക്കും മടക്കും. അയ്യോ, അങ്ങനെ കടുംപിടുത്തം പിടിക്കരുത്. എന്തെങ്കിലും ഒരു നീക്കുപോക്ക്. താനൊരു കാര്യം ചെയ്യും, ഈ ചെമ്മീൻ മുഴുവനും ഏതെങ്കിലും തെങ്ങിന്റെ മൂട്ട് വെട്ടിത്താത്ത്. ഇത് മാത്രമുള്ള നീക്കുപോക്ക്. മുതലാളി, തന്നിടത്ത് മലയാളത്തിലല്ലേ പറഞ്ഞത്? താൻ പോരോ, ട്രാഫിക്കിൽ കാർ ബുക്ക് ചെയ്യാനുണ്ട്. ചീഞ്ഞ മീനും കൊണ്ട് തല കെട്ടിവെക്കാൻ വന്നിരിക്കുക കോണ്ടാക്ട് അല്ലേ? 8 എന്റെ 10. അവന്റെ ഒക്കെ വിചാരം നമ്മൾ ഇപ്പോഴും പണ്ടത്തെ പോലെ വള്ളത്തെ പോകുന്നവരാണെന്നാ. എന്താടാ പഞ്ഞമാസത്തിൽ പറവ് കണ്ടതുപോലെ ഇരിക്കുന്നത്? മുതലാളി, ചങ്കു ഒരു കാഴ്ച കണ്ട്. എന്താടാ ഒച്ചമ്മോട് ഇരിക്കുമ്പോ അത് പറയുന്നത് പൗളാണ്. ഒരു പൗളും ഇല്ല, നീ അങ്ങ് പറഞ്ഞോണ്ടാ മതി. ഞാൻ ഇങ്ങോട്ട് വരുമ്പം കൊച്ചു മുതലാളിയും ആ അമ്പിളി കൊച്ചും കൂടെ കടപ്പുറത്ത് വള്ളത്തിന്റെ പുറകിലിരുന്ന് പൗള കാണിക്കുന്നേ. എന്റെ അമ്മച്ചിയാണ് സത്യം, എന്റെ 2 കണ്ണുകൊണ്ടും കണ്ടതാ. കേട്ടോ കൊച്ചമ്മേ, സംഗതി പൗളാണെങ്കിലും കണ്ടോണ്ടിരിക്കാൻ നല്ല രസമായിരുന്നേ. ഒരു പൗള് കാണാൻ നടക്കുന്നു റാസ്കൽ. കേട്ടില്ലേ മോന്റെ വിശേഷം? ഞാൻ അന്നേ പറഞ്ഞില്ലേ മുളയിൽ നുള്ളിക്കളയണമെന്ന്. എങ്ങനെ ഗുണം പിടിക്കാനാ നിന്റെ വലിയ സന്തതി? ആഹാ, ഇപ്പൊ കുറ്റം എന്റേതായോ? പെങ്ങളും അളിയനും കൂടെ ചേർന്നേ ആ തൊലി വളർത്ത പെണ്ണിനെ കാണിച്ച് എന്റെ മോനെ വലവീശി പിടിക്കാൻ നോക്കുക. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് ജീവനുണ്ട്, ഞാൻ നടത്തത്തില്ല. ഇവിടെ വരാൻ പറയുമ്പോ ഞാൻ പുറമോട്ട് പോകണം. എവിടെയായിരുന്നു എത്ര പേരും? ഞാൻ ഫാക്ടറി പോയിരുന്നു. കടപ്പുറത്ത് വള്ളത്തിന്റെ പുറക്കാണോ ഫാക്ടറി? അയ്യോ അച്ഛൻ, ഞാന് പിന്നെ ഫാക്ടറി വളർന്ന് വലുതാണെന്ന് ഞാൻ നോക്കത്തില്ല. എരപ്പാളത്തിനും കാണിച്ചിട്ടുണ്ടല്ലോ. അവനെ കടിച്ചു ഞാൻ ചെല്ലുന്നത്. നീ അപ്പുറത്ത് പോടാ. ഞാൻ നിന്റെ തന്തയാണെങ്കിൽ ആള് മഹാചിത്തയാണ്. നിനക്ക് അറിഞ്ഞൂടെങ്കിലേ നിന്റെ അമ്മയോട് ചോദിക്ക്. അവനെ പറഞ്ഞിട്ട് എന്ത് കാര്യം? വിലക്കണ്ടവരെ വിലക്ക്. ഇവനെന്തിന് ഇവളുടെ പുറകെ നടക്കുന്നത്? പെമ്പിള്ളാര് കുഴഞ്ഞു കാണിച്ച ആമ്പിള്ളാര് പുറകെ പോവും. നിങ്ങൾ എന്റെ പുറകെ വന്നില്ലേ? നിങ്ങൾക്കൊരു കാര്യം ചെയ്യാമോ? നേരെ അങ്ങോട്ട് ചെന്ന് അളിയനോടും പെങ്ങളോടും 4 വർത്തമാനം പറ. ഇന്ന് ഇത് നിൽക്കും. നിങ്ങൾക്ക് പറയാൻ വയ്യെങ്കിൽ ഞാൻ പോവാ. നീ പോണ്ടടി, ഞാൻ പോവും. ഞാൻ പോയി വിലക്കും. എന്റെ വീട്ടുകൊണ്ടിരുന്ന അനാവശ്യം പറഞ്ഞാലേ അളിയനാണെന്ന് ഞാൻ വിചാരിക്കില്ല. അനാവശ്യമോ? പിന്നെ അല്ലാതെ. എടോ, എന്റെ മകളെ ഞാൻ മാനം മര്യാദയായിട്ടാണ് വളർന്നത്. ഓഹോ, വളർത്തന്റെ ഗുണമാണ് കടപ്പുറത്ത് കണ്ടത്. കയറിവിട്ടിരിക്കല്ലേ? കയറൂരി വിട്ടിരിക്കുന്നത് തന്റെ മകനാ. ആദ്യം അവനെ പിടിച്ചിട്ട്. അവൻ എന്റെ കെട്ടുപാടി തന്നെയാണ് വളരുന്നത്. അതിന് കിടന്നാൽ അവന് ഞാൻ കൊല്ലും. ഒരു വെളുത്ത പെണ്ണിനെ കാണിച്ച് എന്റെ മകനെ മയക്കി തൊട്ടടിച്ചെടുക്കാമെന്നായിരിക്കും വിചാരം. ഓക്കിത്തരം പറയരുത്. ഈ കേസ് തനിക്ക് ശരിക്കും അറിയില്ല. ഒന്ന് ചുമ്മാ ഇരിക്കേ. നമ്മുടെ പൊന്ന് പിച്ചവയാതിന് മറ്റുള്ളവരെ കുറ്റം പറയുന്നത് എന്തിനാ? ആര് പറഞ്ഞടി എന്റെ മോള് പിത്തലയാണെന്ന്? അവിടെ തങ്കമാണ്ടി പത്തരമാറ്റി തങ്കം. തങ്കമാണെങ്കിലേ എടുത്തൊക്കെ തോളിൽ വെച്ചോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പെണ്ണിനെ നിലയ്ക്ക് നിർത്തിയിട്ടുണ്ടല്ലോ. അമ്പിളി, എന്തിനാ അവളെ വിളിക്കുന്നത്? മിണ്ടി പോയത്. അമ്പിളി, മാറിയേക്ക്. അയാൾ പറഞ്ഞ മുഴുവൻ നീ കേട്ടോ? എടി കേട്ടോന്ന്? നേരാണോ അയാൾ പറഞ്ഞു? എടി നേരാണോ? അതെ. അമ്മേ, എന്താ? പൊന്നമ്മ വന്നു. നീ ഇനി ജോലിക്ക് പോകണ്ട. അമ്മേ പറയുന്ന കേട്ടാച്ചാ മതി. അവളിനി പണിക്ക് വരുന്നില്ല പൊന്നമ്മേ. അതെന്താ ചേച്ചി? പോവണ്ടെന്ന് അവിടെ അച്ഛൻ പറഞ്ഞു. പൊന്നമ്മേ വരൂ. എന്താ അമ്പിളി? നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്ത് വേണം? രാജേട്ടനോട് എനിക്ക് അത്യാവശ്യമായെന്ന് കാണണമെന്ന് പറയണം. പറയാം. നീ എന്താ ജോലിക്ക് വരാത്തത്? ഇന്നലെ ഇവിടെ വലിയ വഴക്കായിരുന്നു. അച്ഛൻ എന്നെ ഒരുപാട് തല്ലി. ഓഹോ, അങ്ങനെയാണോ കാര്യങ്ങൾ? എനിക്ക് അവളെ കാണണമല്ലോ. ഞാൻ പറയാം. പറഞ്ഞാ പോരാ, നീ ഇന്ന് രാത്രി അവളെ കടപ്പുറത്ത് കൂട്ടിക്കൊണ്ടു പോകണം. ഞാൻ കാത്തിരിക്കാം. സംഗതി രഹസ്യം അറിയാം. പിക്കോ. ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവനും അവളും തമ്മിൽ ബന്ധപ്പെടാൻ ഞാൻ അനുവദിക്കില്ല. മുതലാളിക്ക് വിരോധമില്ലെങ്കിൽ ഈ ബന്ധം ഞാൻ ഇന്ന് കലക്കിത്തരാം. എങ്ങനെ? അതിന് വഴി ഞാൻ കണ്ടിട്ടുണ്ട്. മുതലാളി ഒന്ന് അനുവദിച്ചാൽ മതി. കൃഷ്ണൻകുട്ടി എന്ത് വേണമെങ്കിലും ചെയ്തോളൂ.
പക്ഷെ ആർക്കും ഒരു സംശയം ഉണ്ടാകരുത്. അത് ഞാൻ ഏറ്റു. മുതലാളി ഒരു കാര്യം ചെയ്താൽ മതി. ഇന്ന് രാത്രി രാജൻ പുറത്തു പോകരുത്. പുറത്തിറങ്ങിയാൽ അവന്റെ കാലും മുട്ടി ഞാൻ തല്ലുപിടിക്കും. എന്നതാ സാറേ അത്യാവശ്യം? ലോകത്തെ ഇന്ന് രാത്രി തന്നെ കൊണ്ടൊരു കാര്യം. എന്താ സാറേ? അതൊക്കെ പിന്നെ പറയാം. താൻ റെഡിയായിരിക്കണം. പിന്നെ വേറെ പരിപാടിക്കൊന്നും പോയിക്കളേ. അയ്യോ കൊള്ളാം. സാറ് പറഞ്ഞ അതിനപ്പുറം എനിക്കെന്ത് പരിപാടി? ലോപ്പസ് റെഡി. ലോപ്പസേ പോകാം. ഞാൻ സാർ നമുക്ക് പോവാം. നിനക്ക് കൊച്ചുമുതലാളി കാണണ്ടേ? വിടൂ, എന്നെ വിടൂ, എന്നെ വിടൂ. ആ വാ, നിന്നെ ഏതായാലും കൊച്ചുമുതലാളി കാണിച്ചു. വിടൂ.